പണ്ട് കേരളത്തിന്റെ തീരപ്രദേശമായ അമ്പലപ്പുഴ ഭരിച്ചിരുന്നത് ചെമ്പകശ്ശേരി രാജാവായിരുന്നു. അദ്ദേഹം വലിയൊരു വിഷ്ണുഭക്തനായിരുന്നു. ഒരിക്കൽ തന്റെ രാജ്യത്ത് ഭഗവാൻ കൃഷ്ണന്റെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇതിനായി ചങ്ങനാശ്ശേരിയിലെ ഒരു പ്രമുഖ കുടുംബത്തിൽ നിന്നും അതിമനോഹരമായ ഒരു കൃഷ്ണവിഗ്രഹം അദ്ദേഹം കൊണ്ടുവന്നു. ക്ഷേത്രനിർമ്മാണം പൂർത്തിയായി പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുകയാണ്. തന്ത്രി വിഗ്രഹം പീഠത്തിൽ ഉറപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ എന്തു ചെയ്തിട്ടും വിഗ്രഹം ഉറക്കുന്നില്ല. എത്രയൊക്കെ താങ്ങി നിർത്തിയാലും വിഗ്രഹം ചെരിഞ്ഞു പോകുന്നു. സമയം കഴിഞ്ഞു പോകുകയാണ്. ശുഭമുഹൂർത്തം അടുത്തെത്തി. രാജാവും തന്ത്രിയും ഭക്തരും ആകെ പരിഭ്രാന്തിയിലായി. വിഗ്രഹം ഉറച്ചില്ലെങ്കിൽ അത് വലിയൊരു ദോഷമായി കരുതപ്പെട്ടിരുന്നു. രാജാവ് കണ്ണടച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഈ ദാസന്റെ അഹങ്കാരം തീർക്കാനാണോ അങ്ങ് ഇവിടെ ഇരിക്കാൻ കൂട്ടാക്കാത്തത്? പെട്ടെന്ന് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു വൃദ്ധൻ മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പാൽപായസം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാജാവേ, വിഷമിക്കേണ്ട. ഈ പായസം വിഗ്രഹത്തിന്റെ താഴെ വെച്ച് ഉറപ്പിക്കൂ, ഭഗവാൻ ഇരുന്നുകൊള്ളും. ആരും കാണാത്ത ആ വിദ്യ പരീക്ഷിക്കാൻ രാജാവ് അനുവാദം നൽകി. ആ അത്ഭുതം അവിടെ സംഭവിച്ചു. ആ പായസം താഴെ വെച്ചതും വിഗ്രഹം പീഠത്തിൽ ഉറച്ചു. സന്തോഷം കൊണ്ട് രാജാവ് ആ വൃദ്ധനെ തിരഞ്ഞു. പക്ഷേ അദ്ദേഹം അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. സാക്ഷാൽ കൃഷ്ണൻ തന്നെ ഭക്തനെ സഹായിക്കാൻ എത്തിയതായിരുന്നു അത്. അന്ന് രാത്രി രാജാവിന് ഒരു സ്വപ്നദർശനമുണ്ടായി. ഭഗവാൻ കടലിനോട് പിന്മാറാൻ ആവശ്യപ്പെടുന്നതായി അദ്ദേഹം കണ്ടു. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ അത്ഭുതകരമെന്നോണം കടൽ ഏകദേശം 5 മൈലോളം ദൂരേക്ക് പിന്മാറിയിരിക്കുന്നു. അന്ന് കടൽ പിന്മാറിയ ആ സ്ഥലത്താണ് ഇന്നും അമ്പലപ്പുഴ ക്ഷേത്രം സുരക്ഷിതമായി നിൽക്കുന്നത്. ഭഗവാൻ പായസം ഇഷ്ടപ്പെട്ട് അവിടെ ഇരുന്നതുകൊണ്ട് അന്നുതൊട്ട് ഇന്നുവരെ അമ്പലപ്പുഴയിലെ പ്രധാന വഴിപാട് പായസമാണ്. ഈ പായസം തയ്യാറാക്കുന്നത് ഇന്നും പ്രത്യേക രീതിയിലാണ്. ഉരുളിയിൽ പാൽ വറ്റിച്ച് കട്ടിയാക്കി ഉണ്ടാക്കുന്ന ഇതിന്റെ രുചി ലോകപ്രശസ്തമാണ്.